അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ തംബ്ലൈൻ എങ്ങനെ നിങ്ങൾ വീഡിയോയിലോട്ട് വെക്കാം, അതായത് നിങ്ങൾ അപ്ലോഡ് ചെയ്യണ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് തംബ്ലൈൻ എങ്ങനെ വെക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. മുഡ്സോണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. ആപ്ലിക്കേഷൻ്റെ പേരാണ് യൂട്യൂബ് സ്റ്റുഡിയോ. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിവ്യൂ കാര്യങ്ങൾ, അങ്ങനെ നിങ്ങൾ ഇടുന്ന യൂട്യൂബ് വീഡിയോസിനെ അതിൻ്റെ എത്ര റിവ്യൂസ് കിട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ ഡാഷ്ബോർഡ് കാര്യങ്ങൾ അങ്ങനെ കുറേ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അതിൽ കിട്ടും. ഈ യൂട്യൂബ് സ്റ്റുഡിയോ എന്നുള്ള ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അത് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ചാനലിൻ്റെ ഇതുപോലൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, ഇത് ഓപ്പൺ ആയി വന്നതിന് ശേഷം നിങ്ങളൊരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് പബ്ലിക് എന്നുള്ളത് പ്രൈവറ്റ് ആക്കുക, എന്നിട്ട് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അത് ആരും കണ്ടിട്ടുണ്ടാവില്ല. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ ഇതിൽ കാണാവുന്നതാണ്. ഓക്കെ, എന്നിട്ട് അതിന് ശേഷം ആ വീഡിയോ എടുത്തിട്ട്, ഞാൻ എക്സാമ്പിളായിട്ടൊരു വീഡിയോ എടുക്കുകയാണ്. ഈ വീഡിയോ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എഡിറ്റ് എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എഡിറ്റ് തംബ്ലൈൻ എന്ന് കാണാം. അപ്പോൾ അതിൽ കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ല, ഇതിൽ ചേഞ്ച് എന്നുള്ള ഓപ്ഷൻ. പലവരുടെയിലും ഇത് ഉണ്ടാവില്ല. അതായത് കസ്റ്റം തംബ്ലൈൻ നമുക്ക് വയ്ക്കാൻ സാധിക്കില്ല. അതായത് വീഡിയോയുടെ പല ഭാഗങ്ങളിലുള്ള തംബ്ലൈൻ, അപ്പോൾ കണ്ടില്ല ഈ മൂന്നെണ്ണമൊക്കെ തന്നെ നിങ്ങൾക്ക് വെക്കാൻ പറ്റുള്ളൂ. കസ്റ്റമായിട്ട് തംബ്ലൈൻ വെക്കണമെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ യൂട്യൂബുമായിട്ട് വെരിഫൈ ചെയ്യണം. അത് ചെയ്തവർക്ക് മാത്രമേ നിങ്ങൾക്ക് കസ്റ്റം തംബ്ലൈനിൽ വെക്കാൻ സാധിക്കുള്ളൂ. അത് ചെയ്യാൻ എളുപ്പമാണ്. അത് നിങ്ങൾ കസ്റ്റം തംബ്ലൈനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അവരൊരു മെസ്സേജ് തരും. ഒരു ലിങ്കോ അങ്ങനെ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ ജിമെയിലിൽ അടിച്ചു കൊടുക്കാൻ പറയും. അതിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കയറിയിട്ട് നിങ്ങളുടെ മൊബൈൽ വെരിഫൈ ചെയ്യാൻ ചോദിക്കും. ഓക്കെ, അത് കസ്റ്റം തംബ്ലൈനിൻ്റെ അവിടെ നിങ്ങൾ മങ്ങിയിട്ടാണ് കാണുന്നെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഒരു സൈറ്റിലോട്ടാണ് പോവുക. അതിൽ ചെന്നിട്ട് വെരിഫൈ മൊബൈൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് കൊടുത്തു കഴിഞ്ഞാൽ മൊബൈൽ നമ്പർ അടിക്കുക, അതിലോട്ടൊരു OTP വരും. OTP അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ വെരിഫൈ ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് കസ്റ്റം തംബ്ലൈന്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള തംബ്ലൈന് എല്ലാ വീഡിയോസിനും വെക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി, ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. പിന്നെ വേറൊന്നുമില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ see you guys, peace.